ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു യൂട്യൂബ് ജേണിയെക്കുറിച്ച് ഞാൻ നിങ്ങളോടൊന്ന് പറയാം. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അത് നിങ്ങളോട് ഞാൻ പറയാവേ. ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2024 ആണ്, ഒക്ടോബർ 26. അന്ന് എൻ്റെ ഒരു കസിനാണെങ്കിൽ എൻ്റെ വീട്ടിലിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ചേച്ചിയുടെ മോളെ ബർത്ത്ഡേ ആയിരുന്നു, ഹന്നമ്മോളെ ബർത്ത്ഡേ ആയിരുന്നു അന്നത്തെ ദിവസം. അപ്പോൾ അവ ഇങ്ങനെ വീട്ടിൽ വന്ന ടൈമിൽ എന്നോടിങ്ങനെ പറഞ്ഞായിരുന്നു, ചേച്ചി ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ നമുക്ക് തുടങ്ങാം, ചേച്ചി ഇങ്ങനെ വീഡിയോസൊക്കെ ഇട്. അപ്പം എനിക്ക് യൂട്യൂബിനെ കുറിച്ചിട്ട് ഒരു കാര്യവും അറിയില്ല, ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ഇതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെങ്ങനെ ചെയ്യേണ്ടതൊന്നും എനിക്കറിയില്ല. അവനാണ് എനിക്കെല്ലാം ചെയ്തു തന്നത്. ഒരു അക്കൗണ്ട് തുടങ്ങി തന്നു, പുതിയതായിട്ടൊരു അക്കൗണ്ട് തുടങ്ങി തന്നതാണ് ഒക്ടോബർ 26. ഞാൻ അന്ന് തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്ടോബർ 26. പിന്നെ ഞാൻ ഡെയിലി ലോങ് വീഡിയോസൊക്കെ ഡെയിലിയല്ല, ഒരു ഗ്യാപ്പ് ഇടയിൽ ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങി. ഷോർട്സ് വീഡിയോ എല്ലാ ദിവസവും ഇടാൻ തുടങ്ങി. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ മെയിനായിട്ട് ചെയ്തിരുന്ന വീഡിയോ എന്ന് പറയുമ്പം നമ്മുടെ ഇങ്ങനെ ഫേസ് പാക്ക്, പിന്നെ എനിക്ക് ഞാൻ മൂന്നാമത്തെ 4ാമത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നു, മീൻസ് വെയ്റ്റ് ഗെയിൻ, എങ്ങനെ നമുക്ക് തടി വെക്കാം, അങ്ങനത്തെ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു. അതെനിക്ക് നല്ല, കാരണം ഞാൻ തുടക്കത്തിൽ വന്നതല്ല, പക്ഷെ എനിക്കതിപ്പോൾ 21K ഉണ്ട്, വ്യൂസ് ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കാരണം ഞാൻ കയറി വന്നപ്പോൾ തന്നെ ഇത്രയും വ്യൂസ് കിട്ടിയപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം നമുക്കിങ്ങനെ വീണ്ടും നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇതുണ്ടാവുമല്ലോ. അതുപോലെ പിന്നെ എനിക്ക് സബ്സ്ക്രൈബും നല്ലതുപോലെ കൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. ഞാൻ ഓരോ ദിവസം ഓരോ വീഡിയോസൊക്കെ കണ്ടുപിടിച്ച് കണ്ടൻറ്റ് എഴുതി ഒരു നോട്ട്ബുക്കിൽ എഴുതും, ഇന്ന് നമുക്ക് എന്ത് വീഡിയോ ചെയ്യാം, പിന്നെ ഓരോന്നിങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നോക്കി അങ്ങനെ ഓരോ വീഡിയോസൊക്കെ ചെയ്ത് വളരെ ഇതായിട്ട് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലതുപോലെ സബ്സ്ക്രൈബൊക്കെ കൂടി. കുറച്ച് വീഡിയോസൊക്കെ ഇട്ടപ്പോൾ തന്നെ എനിക്ക് 600-700 സബ്സ്ക്രൈബൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ദിവസത്തിനുള്ളിലാട്ടോ. അത് നല്ല ഇതായിരുന്നു എനിക്ക്. അങ്ങനെ ഞാനാണെങ്കിൽ അത് ഒക്ടോബറിൽ തുടങ്ങി, നവംബറിലാണ് പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ അറിഞ്ഞ് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ്. അപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻ്റ് ആവുന്നതാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷമാണ് മനസ്സിൽ. പിന്നത്തേക്ക് എനിക്കും അങ്ങ് വീഡിയോ എടുക്കാൻ അങ്ങ് മടിയെ, കാരണം ഫുൾ ഫോക്കസ് ഇതിലോട്ടായി. ഇപ്പം ഞാൻ പക്ഷെ അതിൽ വിഷമിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ വിചാരിക്കുന്നുണ്ടോ ആ ഒരു ടൈമിൽ വീഡിയോസൊക്കെ എടുക്കാമായിരുന്നു എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ആ ടൈമിൽ വേണ്ട, ഒന്നാമത്തെ കാര്യം എനിക്ക് വീഡിയോ എടുക്കാൻ മടിയായി തുടങ്ങി. കാരണം പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ് പിന്നെ ഒരു 2-3 ദിവസം വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അപ്ലോഡ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വോമിറ്റിങ് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ക്ഷീണമായി, പിന്നെ റെസ്റ്റായിരുന്നു, 3 മന്ത് റെസ്റ്റായിരുന്നു. അങ്ങനെ പിന്നെ അങ്ങ് മടിയെ. പിന്നത്തെ കാര്യം എന്ന് പറയുമ്പം പിന്നെ ഞാൻ വീണ്ടും വിചാരിക്കും വീഡിയോസ് എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല, എൻ്റെ സൗണ്ട് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ തുടങ്ങി. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, യൂട്യൂബ് ഇനി വേണ്ട, കാരണം ഇനി ഒരു ബേബിയൊക്കെ ആയി, ഇനി എനിക്ക് യൂട്യൂബ് കൊണ്ടുപോകാനൊന്നും പറ്റത്തൊന്നുമില്ല, ഇത് സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. എനിക്ക് സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി അല്ലെങ്കിൽ യൂട്യൂബൊക്കെ തുടങ്ങുമ്പോൾ കുറച്ച് പേരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ചിലപ്പോൾ നമുക്ക് അറിയാവുന്നവരും അറിയാത്തവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ചിലവർ ഇങ്ങനെ ഉള്ളത് പറഞ്ഞ് കുശുമ്പ് അസൂയം പിടിച്ച ആൾക്കാർ നമ്മുടെ ചുറ്റുപാടിലുണ്ട്. ചിലപ്പോൾ ഞാൻ ഇനി യൂട്യൂബ് കൊണ്ട് ചിലപ്പോൾ ഞാൻ ഇനി വളർന്നാലോ, എനിക്കിനി കോടികൾ കിട്ടിയാലോ, ലക്ഷങ്ങൾ കിട്ടിയാലോ, ഞാൻ ഇനി ചിലപ്പോൾ വലിയ ആരെങ്കിലും ആയാലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. കാരണം നമ്മളെ തളർത്തിക്കളയാൻ ഒത്തിരി പേരുണ്ട്. ഞാൻ യൂട്യൂബ് തുടങ്ങിയ ടൈമിൽ കുറേ പേര് എന്നെ പുച്ഛിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്നെ കൊണ്ട് നടക്കത്തില്ല, സാധിക്കത്തില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതുപോലെ കുശുമ്പ് പിടിച്ച ആൾക്കാരുണ്ടായിരുന്നു. ചിലപ്പോൾ എന്നെ ഞാൻ വളർന്നു പോയാലോ, ചിലപ്പോൾ എന്നെ 4 ആൾ അറിയുന്ന രീതിയിൽ ഞാൻ ആയാലോ എന്ന് വിചാരിച്ചും, പുറമെ ഭയങ്കര ചിരിച്ച് കളിച്ചിരുന്നിട്ട് പുറകിൽ നിന്ന് വന്ന് കുത്തുന്ന ആൾക്കാരും, അല്ലെങ്കിൽ ഞാൻ പ്രഗ്നൻ്റ് ആയ ടൈമിൽ ഞാൻ യൂട്യൂബ് ചാനൽ നടത്തിയെന്ന് പറഞ്ഞില്ല, ആ ടൈമിൽ കുറേ പേര് സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു.
പക്ഷേ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ വീഡിയോസ് ഇടാത്ത, വീഡിയോസ് ഇട്, നല്ല രീതിയിൽ വന്നതല്ലേ, പെട്ടെന്ന് എന്താ സ്റ്റോപ്പ് ചെയ്തേ, ഇപ്പോൾ പ്രഗ്നൻ്റ് ആയല്ലോ ഞാൻ, അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് എന്നെ ഇട്ടോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒത്തിരി പേര് അയ്യോ പ്രഗ്നൻ്റ് ആയി അപ്പോൾ റെസ്റ്റ് എടുക്ക്, വീഡിയോസ് ഒന്നും ഇടണ്ട, അങ്ങനെ പറഞ്ഞ കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ 2 തരത്തിലുള്ള ആൾക്കാരും എന്നോട് ആ ടൈമിൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉള്ളത് പറഞ്ഞാൽ എനിക്ക് ഒന്നാമത്തെ മടിയായിരുന്നു. പിന്നെ എനിക്ക് എന്നെ തന്നെ കാണുന്നത് ഇഷ്ടമല്ല, കാരണം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്നെ തന്നെ കാണണം. പിന്നെ എൻ്റെ വോയിസ് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, കാരണം വീഡിയോസ് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ പോകുന്ന ടൈമിൽ എൻ്റെ ശബ്ദം തന്നെ ഞാൻ ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഓക്കെ, അങ്ങനെ ഞാൻ യൂട്യൂബ് ചാനൽ നടത്തി. അപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഞാൻ വീഡിയോസൊന്നും ഇടുന്നില്ല, എനിക്ക് സബ്സ്ക്രൈബ് കയറുന്നില്ല. അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് ഞാൻ നിർത്തിയ ടൈമിൽ എനിക്ക് 700 സബ്സ്ക്രൈബ് ഉണ്ടായിരുന്നു. പക്ഷെ നല്ല വിഷമമുണ്ടായിരുന്നു, കാരണം പെട്ടെന്ന്, കാരണം ഒക്ടോബർ 26-ാം തീയതി ഞാൻ തുടങ്ങി. ഞാൻ യൂട്യൂബ് ചാനലിൽ ലാസ്റ്റത്തെ വീഡിയോ ഇട്ടത് നവംബർ 15-നെന്താണ് വീഡിയോ ഇട്ടത്. അപ്പോൾ അത്രയും ദിവസത്തെ എനിക്ക് നല്ല സബ്സ്ക്രൈബ് ആയിരുന്നു. ചിലപ്പോൾ സെലിബ്രിറ്റിക്കൊക്കെ നല്ല ഇത് കിട്ടും, പക്ഷേ എന്നെ അറിയത്തില്ല ആർക്കും, ഞാൻ സ്റ്റാർട്ട് ചെയ്തതുള്ളൂ. അപ്പോൾ എനിക്ക് ഇത്രയും സബ്സ്ക്രൈബൊക്കെ കിട്ടിയപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, നല്ലൊരിതായിരുന്നു എനിക്ക്. അങ്ങനെ പിന്നെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇനി എന്തായാലും യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ ഇതുപോലെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റയും ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലും നമ്മളെ ഷോർട്സൊക്കെ ഞാൻ ഇൻസ്റ്റയിലും ഇടുമായിരുന്നു. പിന്നെ ഞാൻ യൂട്യൂബിലുള്ള വീഡിയോസൊന്നും ഡിലീറ്റ് ആക്കിയില്ല, ഇൻസ്റ്റയിലുള്ള അക്കൗണ്ടും ഞാൻ ഡിലീറ്റ് ആക്കി, അതിലുള്ള വീഡിയോസ് എല്ലാം ഞാൻ അങ്ങനെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഞാൻ വീട്ടിലിരിക്കുന്ന ടൈമിലും അപ്പോൾ എൻ്റെ ഹസ്ബൻഡും പിന്നെ എൻ്റെ കസിനെന്ന് പറഞ്ഞില്ല അവനും പിന്നെ എൻ്റെ ചേച്ചിമാരെല്ലാവരും എന്നോട് പിന്നെയും ചോദിക്കാൻ തുടങ്ങി, എടി ഇപ്പം എന്തായാലും നീ വീട്ടിൽ ഇരിക്കുമല്ലേ, കുഞ്ഞിനെ നോക്കി എന്തായാലും വീട്ടിൽ ഇരിക്കുവാണ്, എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ നമുക്ക് തുടങ്ങാം, നീ തുടങ്ങി, നേരത്തെ വീഡിയോ ചെയ്തല്ലേ, നീ തുടങ്ങുമെന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ പ്രോഡക്റ്റ്സൊക്കെ ഇങ്ങനെ കാണിക്കുക. അപ്പോൾ എനിക്ക് ഫസ്റ്റും നേരിട്ട് വന്നിരുന്ന് സംസാരിക്കാൻ എനിക്കൊരു മടിയെന്ന് വെച്ചാൽ ഇത്രയും നാൾ ചെയ്യാത്തത് ഇനി വന്നിരിക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയോ, വാവേരെ കുഞ്ഞിന് മേടിക്കുന്ന ഓരോ പ്രോഡക്റ്റില്ലേ അത് എൻ്റെ ഫേസ് കാണിക്കാണ്ട് ഞാൻ അത് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി, അത് വോയിസ് ഓവർ കൊടുത്തിട്ട് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്ത് വന്നപ്പോൾ പിന്നെ ഒരു 4-5 വീഡിയോ കഴിഞ്ഞപ്പം ഞാൻ ഓക്കെ തന്നെ വീഡിയോ ഇരുന്ന് എടുക്കാനുള്ള ഒരു ഇതുണ്ടായി. അങ്ങനെയാണ് പിന്നെ ഓരോ വീഡിയോസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എനിക്ക് നേരത്തെ പോലെ അത്ര റീച്ച് വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, സബ്സ്ക്രൈബ് അങ്ങനെ കൂടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും പിന്നെ എനിക്കൊരു വിഷമം, കാരണം ആദ്യം ഇത്രയും കൂടി നല്ലപോലെ വന്നതാണല്ലോ, പിന്നെ കൂടാണ്ട് വന്നപ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമം പോലെ തോന്നി. പിന്നെ എനിക്ക് മനസ്സിലായി യൂട്യൂബ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. പണ്ട് ഞാൻ നേരത്തെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല ഇതിൽ പോകുമായിരുന്നു, ഞാൻ സ്റ്റോപ്പ് ചെയ്തത് അതെൻ്റെ മിസ്റ്റേക്കാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ വീണ്ടും കഷ്ടപ്പെടാനും വീഡിയോസൊക്കെ ഇടാനും ചില ടൈമിലുണ്ടല്ലോ നമ്മൾ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ച് ഓരോ വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യുമ്പം അതിനൊന്നും വ്യൂസ് കിട്ടത്തില്ല, അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. അങ്ങനെ എന്നാലും ഓരോ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇപ്പം കുഴപ്പമില്ല. ഇപ്പം എനിക്ക് അത്യാവശ്യം ഓരോ വീഡിയോസൊക്കെ ഇടുന്ന ടൈമിൽ കുറച്ച് സബ്സ്ക്രൈബൊക്കെ കയറുന്നുണ്ട്, വ്യൂസ് പിന്നെ ചില വീഡിയോസിൽ കുറഞ്ഞും ചില വീഡിയോസിലും കൂടുതലും അങ്ങനെയൊക്കെ ആയിരിക്കും. അതിപ്പം നമ്മൾ ഇടുന്ന ഓരോ പ്രത്യേകിച്ച് ഇപ്പോൾ കൺഫ്യൂഷനാണ്, കാരണം ഒരു കണ്ടൻറ്റ് ഇടുമ്പം ചിലപ്പോൾ അതിൽ നല്ല വ്യൂസ് കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ഈ കണ്ടൻറ്റ് കിട്ടിയപ്പോൾ വ്യൂസ് കിട്ടി, അപ്പോൾ ഇനി അടുത്തും ഇതുപോലെ ഒരു കണ്ടൻറ്റ് നമുക്ക് ഇടാം, അങ്ങനെ ഇടുമ്പോൾ അതിന് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഫുൾ ഏത് വീഡിയോ ഇട്ടാൽ നമുക്ക് വ്യൂസ് കിട്ടുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് കിട്ടുമെന്ന് പറഞ്ഞ് ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പോഴും യൂട്യൂബിനെ കുറിച്ച് അറിയില്ല, ഇങ്ങനെ പഠിച്ച് വരുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പം എനിക്ക് കുഴപ്പമില്ല, സബ്സ്ക്രൈബൊക്കെ കൂടുന്നുണ്ട്, നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. ഇതാണ് എൻ്റെ ഒരു യൂട്യൂബ് ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളാരെങ്കിലും യൂട്യൂബ് സ്റ്റാർട്ട് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ നമ്മൾ പെട്ടെന്ന് നമുക്ക് ചിലപ്പം സക്സസ് ആകുമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആകില്ലായിരിക്കും. പിന്നെ ഇതെല്ലൊരു ഭാഗ്യം പോലെ ഇരിക്കും, നമ്മൾ പെട്ടെന്ന് റീച്ച് ആവുന്നതും നമുക്ക് വ്യൂസ് കിട്ടുന്നതൊക്കെ
എൻ്റെ ഒരു ഇത് വെച്ച് നോക്കണമെന്നുണ്ട് ദൈവഭാഗ്യം എന്നേ ഞാൻ പറയുള്ളൂ. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങനെ ക്ലിക്കാവും, ചിലപ്പോൾ നമ്മൾ കുറേ വീഡിയോസൊക്കെ ഇട്ട് ഒത്തിരി ഹാർഡ് വർക്കൊക്കെ ചെയ്ത് എന്നൊക്കെ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ നല്ലൊരു ലൈഫ് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് യൂട്യൂബ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു യൂട്യൂബ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഇനി എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പം 2026 ആയി. ഇനിയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇടണം, ലോങ് വീഡിയോസൊക്കെ ഇടണം, പഴയതുപോലെ ചെയ്തപോലെ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ ടൈമിലുണ്ടല്ലോ എനിക്ക് എൻ്റെ കമൻറ്റ് സെക്ഷനിലൊക്കെ ഒത്തിരി സജഷനൊക്കെ വരുമായിരുന്നു. ചേച്ചി ഇന്ന വീഡിയോ ചെയ്യോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചെയ്യോ. പക്ഷെ ഇപ്പോഴാരും കമൻ്റൊന്നും ചെയ്യത്തില്ല, അതെന്തെന്ന് എനിക്കറിയില്ല. ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. അന്നത്തേലും പറയുമായിരുന്നു. പക്ഷെ അപ്പോഴത്തൊക്കെ എല്ലാവരും കമൻറ്റ് സെക്ഷനിലൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്തിടുമായിരുന്നു. പക്ഷെ ഇപ്പം ആരും ഇടുന്നില്ല. അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇന്ന വീഡിയോ ചെയ്ത് കൊള്ളാം, ഇന്ന വീഡിയോ ചെയ്യോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.